ബാംഗ്ലൂർ വന്നിട്ടുണ്ടല്ലോ, ആദ്യമായിട്ടാണ് ഒന്ന് അമ്പലത്തിൽ പോകുന്നത്. നാട്ടിലായിരുന്നപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ വന്നിട്ട് ശീലങ്ങളൊക്കെ തെറ്റുമെന്ന് വിചാരിച്ചേ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഫേമസ് ആയിട്ടുള്ള ഇഷ്കോൺ ടെമ്പിൾ കണ്ടുപിടിക്കണേ. പിന്നെ ആലോചിക്കാനൊന്നും നിന്നില്ല, നേരെ അമ്പലത്തിലേക്ക് പോന്നു. ഈ ഇഷ്കോൺ ടെമ്പിൾ ഉണ്ടല്ലോ, ബാംഗ്ലൂരും നോർത്ത് ഇന്ത്യയിലും ഈവൻ യൂറോപ്പിൽ പോലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. പക്ഷെ ഞാനിപ്പോഴാണ് കേൾക്കുന്നതേ ഉള്ളൂ. നാട്ടിലെ അമ്പലമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല വ്യത്യാസമുണ്ട്. കാര്യം ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിലും അതിൻ്റേതായ തിക്കുകളോ തിരക്കുകളോ ഒന്നുമില്ല. വളരെ സിസ്റ്റമാറ്റിക്കാണ്. നാട്ടിലെപ്പോഴോ വെച്ച് മറന്നുപോയ ഭജന ഒരു 3/4 മണിക്കൂറോളം ഞാൻ കൂടി. കാര്യം ഭാഷ മനസ്സിലായില്ലെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. അതിനുശേഷം ഉണ്ടല്ലോ, ഭഗവാന്റെ എഴുന്നള്ളിപ്പുണ്ട്, അതും പല്ലക്കിൽ. ഇത്രയും നേരം നിന്നതിനൊരു കംപ്ലീറ്റ്നെസ് നമുക്ക് തോന്നുന്നത് അതും കൂടെ കണ്ടു കഴിയുമ്പോഴാണ്. ഏകദേശം 2 മണിക്കൂറോളം ഞാനവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് ഒരിക്കലും ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടല്ലോ ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വിശ്വാസമുള്ളവർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും. അടിപൊളിയാണ്. തൊഴുത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രസാദം കൂടെ കിട്ടും. കൃഷ്ണാഷ്ടമി ദിവസം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പായസമാണ് കിട്ടിയത്. അതോടെ കഴിഞ്ഞാൽ ടെമ്പിൾ വിസിറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ബായ്.